നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ടൈം ടേബിൾ പൊതുപരീക്ഷ പബ്ലിക് എക്സാമിൻ്റെ ടൈം ടേബിൾ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തീർത്തും നിരാശപ്പെടുത്തുന്ന കുട്ടികൾക്ക് ഒരു പ്രയോജനവും ഇല്ലാത്തൊരു ടൈം ടേബിൾ ഇട്ടുകൊണ്ടാണ് ഇതിനെ ഒന്ന് വിമർശിക്കുന്നതും. ഇത് കണ്ടിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ ഈ ടൈം ടേബിളിലൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ ഇത് കുട്ടികളുടെ കൂട്ടത്തോൽവിക്കും ഒക്കെ കാരണമാകുന്നതും ഡിപ്രഷനും ഒക്കെ കാരണമാകുന്ന രീതിയിലാണ്. പലപ്പോഴും നമ്മൾ പല വർഷങ്ങളായിട്ട് ഞാൻ ഓൺലൈൻ മാധ്യമത്തിന് വന്നതിന് ശേഷം ഒരു 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് നമ്മൾ പല വർഷവും ടൈം ടേബിളിൽ അതിനകത്ത് വ്യത്യാസം വരുത്താൻ പറയുമ്പോൾ അതിന് കൃത്യമായിട്ടൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന കുട്ടികൾ, ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള, കേരളത്തിലെ എല്ലാ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏത് സ്ട്രീമിലുള്ള കുട്ടികളാണെങ്കിലും പഠിക്കാൻ കൃത്യമായ സമയം കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. അത് എത്ര പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അത് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഒരു വർഷം പ്ലസ് വൺ പ്ലസ് ടു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇത് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും നമുക്ക് ജോലിക്ക് വേണ്ട ഏറ്റവും വലിയ കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്നതാണ്. അന്നേരം വളരെ അശാസ്ത്രീയമായ ടൈം ടേബിളിലൂടെ കുട്ടികളുടെ ഡിപ്രഷനുമാക്കി അവരെ വളരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കിയതിനു ശേഷം പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ മാർക്ക് കുറച്ചതിന് ശേഷം അവരുദ്ദേശിക്കുന്ന മാർക്ക് കിട്ടാതിന് ശേഷം കേരളത്തിന് പുറത്തോട്ട് പോയി കുട്ടികൾ പഠിക്കുന്നതിനൊന്നും ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അന്നേരം ഞാൻ ടൈം ടേബിളിലേക്ക് ഒന്ന് കിടക്കാം. ആദ്യം നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു 2 പേർക്കും ഉണ്ട്. നിങ്ങളോടൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളുടെ ടൈം ടേബിൾ പ്ലസ് ടുവിൽ ആദ്യം 3-ാം തീയതി ഐശ്വര്യമായിട്ട് ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ്. അത് തുടങ്ങുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് വിഷയം വേണമെങ്കിലും തുടങ്ങാം. മാർച്ച് 3 അതിന് മുമ്പേ നിങ്ങൾക്ക് പ്രാക്ടിക്കൽസും മോഡൽ തിയറി, പിന്നെ പബ്ലിക് എക്സാം പ്രാക്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ദിവസങ്ങളില്ല അധികം പഠിക്കാൻ. അതിനുശേഷമാണ് മാർച്ച് 3-ാം തീയതി ഇംഗ്ലീഷാണ്. ഈ ഇംഗ്ലീഷിൻ്റെ പരീക്ഷ മാർച്ച് 3-ാം തീയതി കഴിഞ്ഞാൽ ഒരേ ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഫിസിക്സിനുള്ളത്. ഏകദേശം 14 ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതും ഗംഭീരമായിരുന്ന ഒരു 8-9 അല്ലെങ്കിൽ 10 ചാപ്റ്ററോളം നല്ല വലിയ ചാപ്റ്റർ പഠിക്കാനുണ്ട്. എന്തും വേണ്ടി എസ്ഐസ് പഠിക്കാനുണ്ട്, ഡയഗ്രാം വരച്ച് പഠിക്കാനുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇത് എങ്ങനെ കുട്ടികൾ, എന്നിട്ട് നിങ്ങൾ പഴയുള്ള ടീച്ചർമാർ അല്ലെങ്കിൽ ടീച്ചർമാർ പറയും ഞങ്ങളൊക്കെ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ പഠിച്ചത്. പഴയ സിലബസ് അല്ല പുത്തൻ സിലബസ് നന്നായിട്ട് പഠിക്കാനുണ്ട്. മിനിമം പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് 10 ദിവസം 8 ദിവസം 7 ദിവസം ഗ്യാപ്പ് കൊടുക്കണമെന്നൊന്നും പറയത്തില്ല. പക്ഷേ മിനിമം 3 ദിവസമെങ്കിലും കുട്ടികൾക്ക് ഗ്യാപ്പ് കൊടുക്കുക. 3 ദിവസമെങ്കിലും മിനിമം. ഇത് ഫിസിക്സ് ഒറ്റ ദിവസം ഗ്യാപ്പ് കൊടുത്തു. 5-ാം തീയതി ഫിസിക്സ് പാളിപ്പോയ ടൈം ടേബിളാണ്. ഇത് ആരാണോ ഇട്ടതൊക്കെ, ഇതൊക്കെ ഒരു ബന്ധമില്ലാത്ത കക്ഷികളൊക്കെയാണോ ഇനി ഇട്ട ആരാണെങ്കിലും ഭാഗം സമ്മതിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള നമ്മൾ അംഗൻവാടി, ഞാൻ പലപ്പോഴും പറയാം, അംഗൻവാടി പോലും ഇങ്ങനെയുള്ള ടൈം ടേബിൾ, അല്ലെങ്കിൽ LKG UKG പോലും ഇങ്ങനെയുള്ള, അവരൊക്കെ തന്നെ നല്ല രീതിയിലാണ് കുട്ടികൾക്ക് പഠിക്കാൻ ടൈം ടേബിൾ എടുത്തത്. നമ്മളെല്ലാവരും കുറ്റം പറഞ്ഞു. CBSE-കാരൊക്കെ നല്ല ഗംഭീരമായിട്ട്, സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ നല്ല ഗംഭീരമായിട്ട് ടൈം ടേബിൾ ഇടുന്നത്. ക്വസ്റ്റിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ടൈം ടേബിൾ ഇടുന്നത്. അടുത്ത 5-ാം തീയതി കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ഇത് പ്ലസ് ടുക്കാർക്ക് അടി വന്നേക്കുന്നത് 7-ാം തീയതി ബയോളജി. ഒറ്റ ദിവസം കൊണ്ട് ബോട്ടണി സുവോളജിയുടെ ഇത്രയും ചാപ്റ്ററും പഠിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു നോക്കാൻ പോലും സമയം കിട്ടത്തില്ല. അടുത്ത ബയോളജി പഠിക്കണം, കാരണം നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, പഠിക്കണമെന്നാണ്. അതിനുശേഷം 2 ദിവസം ഭയങ്കര സംഭവമാണ്. 2 ദിവസം കൊടുത്തിട്ടുണ്ട് കെമിസ്ട്രിക്ക്. അല്ലെ, 2 ദിവസമെങ്കിലും കൊടുത്തല്ലോ. അതിനുശേഷമാണ് അതിൻ്റെ ഏറ്റവും വിരുദ്ധമായൊരു പ്രതിഭാസം നമ്മൾ കാണുന്നത്. കെമിസ്ട്രിയുടെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 6 ദിവസം കഴിഞ്ഞിട്ടാണ് മാത്സിൻ്റെ ആരെങ്കിലും ആണോ ഈ ടൈം ടേബിൾ ഇട്ടതെന്ന് നമുക്ക് സംശയമുണ്ട്. 6 ദിവസം മാത്സിൻ്റെ ടൈം ടേബിൾ ഇടേ. അതൊരു 2 ദിവസം ഫിസിക്സിനും 2 ദിവസം ബയോളജിക്ക് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് 3 ദിവസം ഇട്ടത് നല്ല കൃത്യമാക്കി ടൈം ടേബിൾ ഇടാൻ ഒരു LKG ബുദ്ധി മതിയല്ലോടെ. അധ്യാപകരായാലും ആ ഒരു കൺസെപ്റ്റിൽ ടൈം ടേബിൾ ഇടാൻ എന്തുപാടേ പാട്. ഇത്രയും ടൈം ടേബിൾ ഇട്ട് മടുപ്പിക്കുന്ന എന്തിനു വേണ്ടി? അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ്. അതൊക്കെ സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഒരു ദിവസം മതി. അത് കഴിഞ്ഞിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിക്കുന്നത് 3-ാം തീയതി തുടങ്ങി ബയോളജി സയൻസ് ആണ് കേരളത്തിലുള്ളൊരു 85 അല്ലെങ്കിൽ 90% കുട്ടികളും സയൻസിൽ. അതിനകത്ത് 3-ാം തീയതി തുടങ്ങി അവർക്ക് 19-ാം തീയതി തീരുകയാണ്. എന്നാൽ പരീക്ഷ പ്ലസ് ടു തുടങ്ങുന്നത് 3-ാം തീയതി മുതൽ 26-ാം തീയതി വരെ എന്നാണ് പറഞ്ഞത്. 26-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ ഉള്ളൂ. ഈ ടൈം ടേബിൾ എന്ത് നന്നായിട്ട് ഇംഗ്ലീഷ് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഫിസിക്സ്, അല്ലെങ്കിൽ അടുത്തൊരു 3 ദിവസം കഴിഞ്ഞ ശേഷം ബയോളജി, അതൊരു 3 ദിവസം കഴിഞ്ഞിട്ട് കെമിസ്ട്രി, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞിട്ട് മാത്സ് എല്ലാം ഇട്ടാൽ പോലും ഈ 26-ാം തീയതി വരെ പോത്തുമില്ല.
കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുകയും ചെയ്യാം. എന്തൊരു വൃത്തികെട്ട ടൈം ടേബിൾ എന്ന് ചോദിച്ചാൽ, ഇതുപോലെ വൃത്തികെട്ട ടൈം ടേബിൾ +1 +2 ഒരേപോലെ ഇട്ടേക്കുന്ന ഒരു വർഷം എന്ന് പറഞ്ഞാൽ 2025 മാർച്ചാണ്. നമ്മളല്ലേ എഴുതിയവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ലെഡ് മേടിച്ച് കൊടുത്തിട്ട് പറയും, അടിപൊളി സാറേ, ഇങ്ങനെ വേണം ടൈം ടേബിൾ ഇടാൻ. കാരണം അടിപൊളിയാണ്, ഒരുപാട് ചിന്തിച്ചതാണ് കേട്ടോ. ഇനി +1 കാലിലേക്ക് വരാം. +1 കാലിലേക്ക് വന്നാൽ അവർക്ക് തുടങ്ങുന്നത് തന്നെ മാർച്ച് 3 തുടങ്ങിയിട്ടില്ല, 6 തുടങ്ങുന്നത്. ഇപ്പൊ ചിലപ്പോൾ ചിലരൊക്കെ പറയും ഇമ്പ്രൂവ്മെന്റ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരു കുന്തവും ഇല്ല, അങ്ങനെ ഒരു ശാസ്ത്രീയതൊന്നും ഇതിനകത്ത് കാണുന്നില്ല. 6 അവർക്ക് തുടങ്ങുന്നത് സെക്കൻഡ് ലാംഗ്വേജാണ്. അത് കഴിഞ്ഞിട്ട് ബയോളജി സയൻസുകാർക്ക് അത് കഴിഞ്ഞതിന് ശേഷം 6 കഴിഞ്ഞതിന് ശേഷം 15 ഉള്ളൂ 9 ദിവസം കെമിസ്ട്രി പഠിക്കാൻ. നിങ്ങളങ്ങ് പഠിച്ചോ, കെമിസ്ട്രി പഠിച്ചോ ധൈര്യമായിട്ട് 9 ദിവസം, മോശം പറയുന്നില്ല. അത് കഴിഞ്ഞ ശേഷം 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ബയോളജി, അവിടെയും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇടയ്ക്ക് പരീക്ഷയുണ്ട്, എന്നാലും അതിനൊക്കെ ഇതുണ്ട്. 1 ദിവസം കഴിഞ്ഞതിന് ശേഷം ഫിസിക്സ്. എന്തുകൊണ്ട് ഇത്രയും വൈരാഗ്യം ഫിസിക്സിനോട്? എന്തും വേണ്ടി പഠിക്കാനുണ്ട്. ടീച്ചേഴ്സിന്റെ മക്കൾ ഹയർ സെക്കൻഡറി പഠിക്കുന്നവരുണ്ടെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ, ഒരു ദിവസം കൊണ്ട് വായിച്ചു നോക്കാനില്ല. നമുക്കൊരു മിനിമം 3 ദിവസമെങ്കിലും വേണം ഫിസിക്സ് ഒക്കെ ഒന്ന് അത്യാവശ്യം വായിച്ചു നോക്കാം. 3 ദിവസമെങ്കിലും മിനിമം വേണം. അവിടെ 1 ദിവസം ഫിസിക്സ്, 2 ദിവസം മാത്സ്, അത് കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ്. ഇതാണോടെ ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള ടൈം ടേബിൾ? ഇത് കഴിഞ്ഞ ശേഷം +2 ശേഷം പിന്നെ കോളേജിലോട്ട് കുട്ടികൾ പോകാത്തത് എല്ലാവരും ഉദ്ദേശിക്കുന്ന മാർക്കൊന്നും കിട്ടാതെ വരുമ്പോൾ എന്നാലും പറയും നേരത്തെ ഇരുന്ന് പഠിക്കുക. നേരത്തെ ഇരുന്നപ്പോൾ എല്ലാ കാലത്തും പരീക്ഷ എടുക്കുമ്പോഴാണ് കുട്ടികൾ വളരെ കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നത്. പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് എന്തിനാണ് ബാക്കിയുള്ള CBSE-ക്കാരും ICSE-ക്കാരും ISE-ക്കാരും ഒക്കെ നല്ലപോലെ ടൈം ടേബിളിന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത്? കാരണം അവർക്കൊരു നല്ല പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് പഠിച്ച് നല്ലപോലെ വായിച്ച് നോക്കി നല്ലപോലെ എഴുതി പഠിക്കാനുള്ള എഴുതി പഠിച്ച് ഒരുപാട് ഗ്യാപ്പ് വേണ്ട, മിനിമം ഗ്യാപ്പിൽ പരീക്ഷ എഴുതുമ്പം അവർക്ക് പറയും. ഒരിക്കലും സ്റ്റേറ്റ് സിലബസുകാർ ഇത് 90% തെറ്റിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് ഈ +1 +2 ടൈം ടേബിൾ ഇട്ട് ഇത് ചിലപ്പം കുട്ടികൾക്ക് ഇപ്പം തോന്നത്തില്ല ഇതിൻ്റെ സീരിയസ്നെസ്, പരീക്ഷ അടുക്കാറാകുമ്പോഴായിരിക്കും തോന്നുന്നത്. അതുകൊണ്ട് ദയവേദി ഈ വീഡിയോ കാണുന്ന കുട്ടികൾ, ഓരോ കുട്ടികളും ഓരോ സ്കൂളിലെ കുട്ടികളും നിങ്ങളുടെ സ്കൂളിലെ ബാച്ചിലും ക്ലാസിൻ്റെ ബാച്ചിലും എല്ലാം ഷെയർ ചെയ്ത് മാക്സിമം ഇത് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് എത്തിക്കുക. ഉറപ്പായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ. കാരണം ഇതിന് മാറ്റം ഉണ്ടാകണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നതെന്ന് നമ്മുടെ ഒരു മനസ്സുണ്ടായാൽ +1 +2 നമ്മുടെ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്, അവർക്ക് നല്ല മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചൊരു ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. അതുകൊണ്ട് ആരെ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഇതിനൊരു മാറ്റം വന്നില്ലെങ്കിൽ ഇതൊരു ഭീകരമായ, കാരണം ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ല, ഇപ്പോഴത്തെ +1 കുട്ടികൾക്കൊക്കെ ഭീകരമായ തോൽവിയിലേക്ക് ചിലപ്പം പോയെന്നിരിക്കും. പല കുട്ടികളിലും ഡിപ്രഷൻ, പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ഒരുപാട് അപകടങ്ങൾ ഒഴിവാക്കാൻ കുട്ടികൾക്ക് നല്ല ഉചിതമായ ഒരു ടൈം ടേബിൾ ഇടട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. മാക്സിമം ഷെയർ ചെയ്യുക. കാണുന്ന കുട്ടികൾ മറക്കരുത്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. Never ever give up.